ഗ്രാമശ്രീകൾ. കടത്തനാട്ട് മാധവി അമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിത കൃഷി ചെയ്യുന്ന തൊഴിലാളി സ്ത്രീകളുടെ അധ്വാനത്തിന്റെ മഹത്വം വെളിവാക്കുന്നു. നാടിനെ സമൃദ്ധമാക്കുകയും ഐശ്വര്യം നിറയ്ക്കുകയും ചെയ്യുന്ന കർഷക സ്ത്രീകളെ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കവയിത്രി ഈ കവിതയിലൂടെ. നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ, ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ, കൈവശമാക്കുവാനിക്കലാവൈഭവ മീതൊരധ്യാപകൻ കൂട്ടുനിന്നു. കവയിത്രി നീളൻ കുട ചൂടി പാടവരമ്പത്ത് നിൽക്കുമ്പോൾ പാടത്ത് പണിയെടുക്കുന്ന കർഷക സ്ത്രീകളെ കണ്ട് ലജ്ജിക്കുന്നു. ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് നിങ്ങൾ ഈ അറിവെല്ലാം പഠിച്ചത്? ഏത് അധ്യാപകനാണ് നിങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചത് എന്നാണ് കവയിത്രി ചോദിക്കുന്നത്. കന്നി നെൽ കണ്ട മുഴുതു മറിക്കുന്നു, മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു, ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൽ വിളിപ്പാടും ചോന്നിതല്ലോ. കന്നി നെൽപ്പാടം ഉഴുതുമറിക്കുമ്പോൾ മണ്ണിന്റെ പുതുമണം ഉയർന്നു വരുന്നു. പ്രഭാത സൂര്യന്റെ പൊന്നിറമുള്ള സൂര്യകിരണങ്ങളെ കലപ്പയായി സങ്കല്പിച്ചിരിക്കുന്നു. അതിന്റെ നുകപ്പാടേറ്റ് ആകാശം ചുവക്കുന്നു എന്നാണ് കവയിത്രി പറയുന്നത്. അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞെണീറ്റന്യോന്യം ചൊല്ലി വിളിക്കയായി, വേലിപ്പടർപ്പിലെ പച്ചിലച്ചാർത്തിങ്കലോലക്കിളികൾ ചിലച്ചിടുന്നു, ചെന്നിക്കൽ കെട്ടിച്ചെരിച്ചു നിറുത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ. കർഷക സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ ചൊല്ലി വിളിച്ച് പാടത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വേലിപ്പടർപ്പിലെ പച്ചിലച്ചാർത്തിലിരുന്ന് ഓലക്കിളികൾ ചിലയ്ക്കുന്നു. കർഷക സ്ത്രീകളുടെ തലമുടി നെറ്റിയുടെ ഒരു വശത്തേക്ക് ചെരിച്ചു കെട്ടി വച്ചിരിക്കുന്നു. തുമ്മാഞ്ചെരുതിയുടുപുടത്തുമ്പുകളൊന്നുമേലാക്കം കയറ്റിക്കുത്തി, കാലുപുതയും വരമ്പത്തെ പാഴ്ചളി താരയിൽ താമരത്താർ വിടർത്തി. വെറ്റില മുറുക്കുന്നതിനുള്ള സാധനങ്ങൾ മടിയിൽ തിരുകി പുടവയുടെ തുമ്പ് ഉയർത്തിക്കുത്തി പാടത്തെ ചെളിയിൽ താമരപ്പൂക്കൾ വിരിയിക്കുകയാണ് കർഷക സ്ത്രീകൾ. ചെളിയിൽ നിന്ന് ഐശ്വര്യം വിരിയിക്കുകയാണ് അവർ എന്നാണ് കവയിത്രി അർത്ഥമാക്കുന്നത്. മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി, പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവും ഇങ്ങുമിങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു. ഹായ് എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ. ദിക്കുകളെല്ലാം സാവധാനം ഉണർന്നു. നേരിയ മഞ്ഞ് പോലെ മഴ പെയ്തു. മരങ്ങൾ, പാടങ്ങൾ, കുടിലുകൾ, ചക്രവാളങ്ങൾ എന്നിവയെല്ലാം നനഞ്ഞു കുളിർന്നു. ഈ കാഴ്ചകളെല്ലാം കാണുന്ന കവയിത്രി കേരളമേ നീ എന്തൊരു സുന്ദരമാണ് എന്ന് പറയുന്നു. കിക്കിളി കൂട്ടിയുഴവു ചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചളിയിൽ, മന്ദമിറങ്ങി നിരന്നു നില കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ, കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചളിയിൽ കുതിക്കയായി. കുമിളകൾ പൊന്തുന്ന വയലിലേക്ക് മെല്ലെ ഇറങ്ങി നിരന്നു നിൽക്കുകയാണ് കർഷക സ്ത്രീകൾ. അവർ മണ്ണിന്റെ അരുമ മക്കളാണെന്നാണ് കവയിത്രി പറയുന്നത്. അവരുടെ കൈകളും കാലുകളും അതിവേഗം ചെളിയിലൂടെ കുതിക്കുകയാണ്. താഴെ വയലിൽ നിരയാ
മൽക്കരമേ. താഴെ വയലിൽ ഞാറുകൾ നിരനിരയായി നട്ടുപോകുന്നതിനെ നീലക്കസവ് വിരിച്ചതുപോലെ എന്നാണ് കവയിത്രി പറയുന്നത്. വീരകഥകൾ വാഴ്ത്തിക്കൊണ്ടുള്ള നാടൻ പാട്ടുകൾ പാടിക്കൊണ്ട് കർഷക സ്ത്രീകൾ ജോലി ചെയ്യുകയാണ്. കവയിത്രിയുടെ കൈകൾ തൂലിക പിടിച്ചതുകൊണ്ട് നൊന്തു മരവിച്ചിരിക്കുന്നു എന്നും പറയുന്നു. മഞ്ജുളമീ കലാസൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലിയർപ്പിക്ക ഭക്തിപൂർവം. ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പൂ. ഗ്രാമശ്രീകൾ, കടത്തനാട്ട് മാധവിയമ്മ. കർഷക സ്ത്രീകളുടെ മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മുൻപിൽ ഭക്തിയോടെ തൊഴുകുന്നു എന്നാണ് കവയിത്രി പറയുന്നത്. ചേറിൽ താഴ്ത്തുന്ന കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിൻ്റെ ഐശ്വര്യവും നന്മയും നെയ്തെടുക്കുന്നത്. അർത്ഥങ്ങൾ. വരമ്പ്, പാടങ്ങളുടെ അതിര്. വരമ്പിൻ കൊതുമ്പ്, വരമ്പിൻ്റെ വക്ക്. വിശ്വം, ലോകം. വൈഭവം, സാമർത്ഥ്യം. ഉണ്ണിക്കതിരോൻ, ഉദയസൂര്യൻ. നുകം, ഉഴാനായി കാളകളുടെ കഴുത്തിൽ വച്ചുകെട്ടുന്ന ഉപകരണം. വിണ്ണ്, ആകാശം, ചെന്നി ചെവിയുടെ മുകൾ. കുന്തളം, തലമുടി. തുമ്മാൻ, വെറ്റില മുറുക്കുന്നതിനുള്ള സാധനങ്ങൾ. ചെരുതി, തിരുകി. ഉടുപുടത്തുമ്പ്, ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ അറ്റം. മേലാക്കം, മുകളിലേക്ക്. താമരത്താർ, താമരപ്പൂവ്. ദിഗന്തം, ദിക്കിൻ്റെ അവസാനം, എല്ലാ ദിക്കുകളും. പൊക്കിള, കുമിള. നീരാളം, പൊൻകമ്പി കൊണ്ടോ വെള്ളിക്കമ്പി കൊണ്ടോ നെയ്തെടുത്ത വസ്ത്രം. മഞ്ജുളം, മനോഹരം. അഞ്ജലി, കൂപ്പുകൈ. കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം. വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത്? കർഷക സ്ത്രീകൾ പാടത്ത് പണിയെടുക്കുന്നത് കാണുന്ന കവയിത്രി അവർ ഇത് എവിടെ നിന്ന് പഠിച്ചതാണെന്ന് അത്ഭുതപ്പെടുന്നു. എല്ലാ അറിവും വിദ്യാലയത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കില്ല. പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞുമാണ് അറിവുകൾ സ്വായത്തമാക്കുന്നത്. കർഷക സ്ത്രീകൾ അറിവ് നേടിയിരിക്കുന്നത് അവരുടെ ചുറ്റുപാടുമുള്ള ലോകത്തിൽ നിന്നാണ്. ഈ ലോകം മുഴുവൻ നമുക്ക് അറിവ് നൽകുന്ന ഒരു വിദ്യാലയമാണ് എന്നതാണ് വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവയിത്രി അർത്ഥമാക്കുന്നത്. പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. പ്രഭാത സൂര്യന്റെ പൊന്നുകപ്പാടേറ്റ് ആകാശമാകുന്ന പാടം ചുവന്നു തൊടുത്തു എന്നാണ് കവയിത്രി പറയുന്നത്. പ്രഭാത സൂര്യന്റെ ചുവന്ന കിരണങ്ങളെയാണ് പൊന്നുകപ്പാട് എന്നതുകൊണ്ട് കവയിത്രി ഉദ്ദേശിക്കുന്നത്. നുകപ്പാടേറ്റ് മണ്ണ് ഇളകി ചുവക്കുന്നത് പോലെ സൂര്യന്റെ ചുവന്ന കിരണമേറ്റ് ആകാശവും ചുവന്നിരിക്കുന്നു. പ്രഭാതത്തിൽ ആകാശം ചുവന്നു കാണുന്നതിനെ കവയിത്രി ഇവിടെ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? ഗ്രാമശ്രീ എന്നാൽ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം എന്നാണ്. കർഷക സ്ത്രീകളാണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം. അവർ ചേറിൽ താഴ്ത്തുന്ന മനോഹരമായ വിരൽത്തുമ്പുകൾ ആണ് നാടിൻ്റെ ഐശ്വര്യവും നന്മയും നെയ്തെടുക്കുന്നത്. കർഷക സ്ത്രീകളോടുള്ള ആദരവും സ്നേഹവും ഈ കവിതയിൽ കാണാം. അവരാണ് നാടിനെ സമൃദ്ധമാക്കുന്നത്. അതിനാൽ കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് വളരെ അനുയോജ്യമാണ്. സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നതെന്തുകൊണ്ട്? ദിക്കുകൾ ഉണർന്നു. നേരിയ മഞ്ഞുപോലെ മഴ പെയ്തു. മരങ്ങളും പാടവും കുടിലുകളും ചക്രവാളവുമെല്ലാം നനഞ്ഞു കുളിർന്നു. ഈ കാഴ്ച കാണുന്ന കവയിത്രി കേരളമേ നീ എത്ര മനോഹരമായ ഒരു ചിത്രമാണ് എന്ന് പറയുന്നു. പ്രകൃതി ഭംഗി അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത് ഇവിടെ കാണാം. വിശകലനം ചെയ്യാം. മഞ്ജുളമീ കലാസൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലി അർപ്പിക്ക. കൃഷി കലാസൃഷ്ടിയാകുന്നതെങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക.
വയലിൽ നിരയായി നീലക്കസവ് വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവയിത്രി പറയുന്നത്. ചേറിൽ താഴ്ത്തുന്ന അവരുടെ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിൻ്റെ ഐശ്വര്യവും നന്മയും നെയ്തെടുക്കുന്നത്. പാടത്തെ ചെളിയിൽ അവർ ഐശ്വര്യത്തിൻ്റെ താമരപ്പൂക്കൾ വിരിയിക്കുന്നു. കാലുകൾ ചെളിയിൽ ഊന്നി ഞാറുകൾ നട്ട് അവർ വേഗത്തിൽ മുന്നേറുന്നതിൽ ഏതൊരു കലയിലും ഉള്ളതുപോലെ അടുക്കും ചിട്ടയും നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഈ കലാസൃഷ്ടിക്ക് മുൻപിലാണ് കവയിത്രി കൈകൂപ്പി നിൽക്കുന്നത്. അടുത്തത് ഈണം കണ്ടെത്താം ചൊല്ലാം. പാഠഭാഗത്ത് ആദ്യം കവിത ഈണത്തിൽ ചൊല്ലിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം. ഉർവിയെ പുഷ്പിപ്പിക്കും കലപോൽ നമുക്കത്ര നിർവൃതികരം സർഗ വ്യാപാരമുണ്ടോ മഞ്ഞിൽ. വൈലോപ്പിള്ളിയുടെ വരികളാണ്. ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരി എന്ന കവിതയിലെ വരികളാണിവ. ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിർവൃതി തരുന്ന വേറൊരു പ്രവൃത്തിയും ഭൂമിയിലില്ല എന്നാണ് കവി പറയുന്നത്. കർഷക സ്ത്രീകൾ ചേറിൽ താഴ്ത്തുന്ന മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിൻ്റെ ഐശ്വര്യവും നന്മകളും നെയ്തെടുക്കുന്നത് എന്നാണ് കടത്തനാട്ട് മാധവിയമ്മ പറയുന്നത്. കർഷക തൊഴിലാളികളായ സ്ത്രീകളുടെ കലാസൃഷ്ടിക്ക് മുമ്പിൽ കവയിത്രി ആദരവോടെ തൊഴുതു നിൽക്കുന്നു. രണ്ട് കവിതകളിലും കൃഷിയെ മഹത്തായ കലാസൃഷ്ടിയായി കാണുന്നു. ഭൂമിയെ മനോഹരവും സമൃദ്ധവുമാക്കുന്നത് കർഷകരാണെന്ന് രണ്ട് കവിതകളിലും കാണാം. പ്രയോഗ ഭംഗി കണ്ടെത്താം, വിശദീകരിക്കാം. ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ. ഈ വരികളുടെ പ്രയോഗ ഭംഗി കണ്ടെത്തി വിശദീകരിക്കൂ. ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക. ഉണ്ണിക്കതിരോന്റെ പൊന്നുകൊണ്ടുള്ള കലപ്പയുടെ പാടേറ്റ് ആകാശമാകുന്ന പാടം ചുവന്നിരിക്കുന്നു എന്നാണ് കവയിത്രി പറയുന്നത്. പ്രഭാത സൂര്യനെ കർഷകനായും സൂര്യകിരണങ്ങളെ നുകത്തിന്റെ പാടായും ആകാശത്തെ കൃഷിസ്ഥലമായും അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് ആകാശം ചുവന്നിരിക്കുന്നു എന്നതാണ് ഈ വരികളിൽ കവയിത്രി അർത്ഥമാക്കുന്നത്. കൂടുതൽ വരികൾ നോക്കാം. കാല് പുതയും രമ്പത്തെ പാഴ്ചെളി താരയിൽ താമരത്താർ വിടർത്തി. ചെളിയിൽ നിന്ന് മനോഹരമായ താമരപ്പൂക്കൾ വിടരുന്നത് പോലെ പാടത്തെ ചേറിൽ നിന്ന് നാടിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി അധ്വാനിക്കുകയാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവയിത്രി പറയുന്നത്. അടുത്ത വരികൾ. മഞ്ജുളം ഈ കലാ സൃഷ്ടിക്ക് മുമ്പിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം. കൃഷിയെ കലാസൃഷ്ടി എന്ന പ്രയോഗത്തിലൂടെ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഏതൊരു കലയ്ക്കും അനിവാര്യമായ അധ്വാനവും ആത്മാർത്ഥതയും കൃഷിയിലും കാണാം. വാഗ്മയ ചിത്രത്തിൽ നിന്ന് വർണ്ണ ചിത്രത്തിലേക്ക്. കവിതയിൽ ധാരാളം വാഗ്മയ ചിത്രങ്ങളുണ്ടല്ലോ, അവ കണ്ടെത്തി വരകളും വർണ്ണങ്ങളും ചേർന്ന ചിത്രങ്ങളാക്കി പ്രദർശനം സംഘടിപ്പിക്കുക. ആശയപടം പൂർത്തിയാക്കാം, ആസ്വാദനം എഴുതാം. കോളങ്ങളിൽ ആസ്വാദനാംശങ്ങൾ എഴുതുക. അവയെ അടിസ്ഥാനമാക്കി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക.
ആസ്വാദനക്കുറിപ്പ്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷക സ്ത്രീകളുടെ അധ്വാനത്തെക്കുറിച്ച് പറയുന്ന കടത്തനാട്ട് മാധവി അമ്മയുടെ കവിതയാണ് ഗ്രാമശ്രീകൾ. കർഷക സ്ത്രീകളാണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം. ചെളിയിൽ നിന്ന് താമരപ്പൂ വിരിയുന്നത് പോലെ ചേറിൽ നിന്ന് നാടിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി അധ്വാനിക്കുകയാണവർ. മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മുമ്പിൽ ഭക്തിയോടെ കൂപ്പുകൈ അർപ്പിക്കുകയാണ് കവയിത്രി. ഉണ്ണിക്കതിരോൻ്റെ പൊന്നുക പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ. പ്രഭാതസൂര്യൻ്റെ കടന്നുവരവ് കാണിക്കുന്ന ഈ വരികളിലെ പ്രയോഗഭംഗി എടുത്തു പറയേണ്ടതാണ്. വരികളിലെ അക്ഷരങ്ങളുടെ ആവർത്തനവും ഈണത്തോടെയും താളത്തോടെയും ചൊല്ലാൻ കഴിയുന്ന വരികളും കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. കർഷക സ്ത്രീകളുടെ വേഷവിധാനവും അധ്വാനവും കവയിത്രി വാങ്മയ ചിത്രത്തിലൂടെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ തനതായ പ്രകൃതി ഭംഗിയുടെ അതീവ സുന്ദരമായ ഒരു ചിത്രം തന്നെ കവി ഈ കവിതയിൽ വരച്ചിടുന്നു. വയലിൽ നിരനിരയായി കസവ് വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ. ചേറിൽ താഴ്ത്തുന്ന മനോഹരമായ അവരുടെ വിരൽ തുമ്പുകളാണ് നാടിൻ്റെ ഐശ്വര്യവും നന്മയും നെയ്തെടുക്കുന്നത്. ഏതൊരു കലയ്ക്കും അത്യാവശ്യം വേണ്ട അർപ്പണബോധം, അധ്വാനം എന്നിവയെല്ലാം കർഷക സ്ത്രീകളിലും കവയിത്രി കാണുന്നു. അവരുടെ കലാസൃഷ്ടിക്ക് മുൻപിൽ കവയിത്രി ആദരവോടെ കൈകൂപ്പുന്നു. കൃഷിയെ അവഗണിക്കുന്ന പുതുതലമുറയെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്ന സമകാലിക പ്രസക്തിയുള്ള കവിതയാണ് ഗ്രാമശ്രീകൾ. പഴഞ്ചൊൽ കേളി. കൃഷിച്ചൊല്ലുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പഴഞ്ചൊൽ കേളി നടത്തുക. ചൊൽക്കാഴ്ചയിലേക്ക്. കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകൾ ശേഖരിച്ച് ചൊൽക്കാഴ്ച സംഘടിപ്പിക്കുക. ചൊൽക്കാഴ്ചയുടെ വീഡിയോ ക്ലാസ് തല നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. കവിത താളത്തോടെയും ഈണത്തോടെയുമൊക്കെ ഒരു രംഗത്ത് അവതരിപ്പിക്കുന്നതിനെയാണ് ചൊൽക്കാഴ്ച എന്ന് പറയുന്നത്.